ദൈവകൃപ പ്രാപിച്ച ചില വ്യക്തികളെ കുറിച്ച് മാത്രം ഞാൻ വേഗത്തിൽ പറഞ്ഞിട്ട് ആമേൻ സ്തോത്രം ഇന്ന് ആമേൻ ഇരിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ആദ്യമായിട്ട് നമ്മുടെ ശ്രദ്ധയെ ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 6-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യം. നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവദാസനോട് കുടുംബത്തോടും ദൈവത്തിനും പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നോഹയ്ക്ക് കൃപ ലഭിച്ചതുപോലെ അഭിഷിക്തനും കുടുംബത്തിനും എന്ത് ലഭിച്ചു? ദൈവത്തിന്റെ കൃപ ലഭിച്ചു എന്ന് മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ആ ദൈവകൃപയെ ഓർത്ത് നമ്മൾ ദൈവത്തിന് സ്തോത്രം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നോഹയ്ക്ക് എപ്പോഴാണ് ദൈവത്തിന്റെ കൃപ ലഭിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുൻപിലോട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ വായിച്ചു നോക്കിയാൽ മാത്രമേ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയത്തുള്ളൂ. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി. മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി. ആ സമയത്ത് ആമേൻ സ്തോത്രം ദൈവം ആദാമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചു. അവരിൽ നിന്നും 2 മക്കൾ ഹാബേലും കായീനും ഉണ്ടായി. ഹാബേലിനെ കായീൻ കൊന്നുകളഞ്ഞു. ആമേൻ സ്തോത്രം. കായീൻ ശപിക്കപ്പെട്ടവനായി തീർന്നു. ആമേൻ സ്തോത്രം. എന്നാൽ ഹാബേലിനു പകരം ദൈവം ഒരു സന്തതിയെ കൊടുത്തു. ആ വ്യക്തിയുടെ പേരാണ് ഷേത്ത്. ആമേൻ. അവരുടെ വംശപാരമ്പര്യം പറഞ്ഞതിനു ശേഷം ദൈവവചനം പറഞ്ഞു തുടങ്ങുന്നു, മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി, അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ. ആ ഭാഗം ഒന്ന് വായിച്ചാട്ട്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 2-ാം വാക്യം. കണ്ടോ, ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന്. ഇത് വളരെ വിവാദമായ ഒരു വിഷയമാണ്. പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഈ ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് അമേൻ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്ന പദങ്ങൾ ശ്രദ്ധിക്കുക. ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടു. അപ്പോൾ ആരാണ് ഈ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് പറയുന്നത്? ആരാണ് ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് പറയുന്നത്? ചിലർ പറയുന്നുണ്ട് അത് ചിലപ്പോൾ ദൈവത്തിന്റെ ദൂതന്മാരായിരിക്കാം, ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ദൈവവചനം വളരെ വ്യക്തമായിട്ട് പഠിക്കുമ്പോൾ ദൈവപുത്രന്മാർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നു, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അങ്ങനെയെങ്കിൽ ദൈവമക്കളാകുന്ന നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നത് കലഹമുണ്ടാക്കാനല്ല, പ്രശ്നം സൃഷ്ടിക്കുവാനല്ല, മറിച്ച് സമാധാനം ഉണ്ടാക്കുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. വീണ്ടും നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 22-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇസ്രായേലിനെ കുറിച്ച് പറയുകയാണ്. ഇസ്രായേലേ, അങ്ങന്റെ പുത്രൻ. ഇസ്രായേലെ, നീ എന്റെ പുത്രൻ എന്ന് പറയുകയാണ്. എന്റെ ആദ്യജാതൻ തന്നെ എന്ന് പറയുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു പിതാവിന് 2 മക്കൾ ഉണ്ടായിരുന്നു എന്ന് കാണുന്നു. മൂത്ത മകനും ഇളയ മകനും. മൂത്ത മകൻ ആരാണ്? തിരുവചനം പഠിക്കുമ്പോൾ വളരെ വ്യക്തമായി കാണുന്നു, മൂത്ത മകൻ ഇസ്രായേലാണ്. ഇസ്രായേല്, നീ എന്റെ ആദ്യജാതൻ എന്നാണ്. അപ്പൊ ഇളയ മകനാണ് നമ്മൾ ഓരോരുത്തരും പുതിയ നിയമ ഇസ്രായേൽ എന്ന് പറയുന്നത്. നമ്മളാണ് ഒരു കാലത്ത് ദൈവത്തിൽ നിന്നും അകന്നു പോയത്. പക്ഷേ ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കണം, ദൈവത്തോട് അടുക്കുവാൻ
ഒന്നുകൂടെ ദൈവം നമ്മോട് കൃപ കാണിച്ചത് കൊണ്ടാണ് അവൻ നഷ്ടപ്പെട്ടു പോയ മകൻ മടങ്ങി വന്നതുപോലെ ഇന്നു രാത്രികാലം പുതിയ നിയമ വിശ്വാസികളായ, പുതിയ നിയമ ഇസ്രായേലായ നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുവാൻ ദൈവം കൃപ തന്നതെന്ന് ഇന്നു രാത്രികാലം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അങ്ങനെയെങ്കിൽ ആമേൻ സ്തോത്രം, നമ്മൾ ഓരോരുത്തരും ആരാണ്? ദൈവത്തിന്റെ പുത്രന്മാരാണ്. ലൂക്കോസിന്റെ സുവിശേഷം 1 യോഹന്നാന്റെ അവൻ ലേഖനത്തിലേക്ക് വരുമ്പോൾ 3-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് ഇത്ര വലിയ സ്നേഹം കണ്ടോ തന്നിരിക്കുന്നു. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ. അങ്ങനെ നമ്മൾ ഓരോരുത്തരും ആരാണ്? ദൈവത്തിന്റെ മക്കളാണ്, ദൈവത്തിന്റെ പുത്രനും പുത്രിമാരുമാണ് എന്ന് മറന്നു പോകരുത്. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നത് ഇപ്രകാരമാണ്: ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കൾ. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കൾ. അങ്ങനെയെങ്കിൽ ഇന്നു രാത്രികാലം ദൈവമക്കൾ മനസ്സിലാക്കണം, നമ്മൾ പ്രാപിച്ച ദൈവാത്മാവ് എന്ന് പറയുന്നത് അബ്ബ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് പിതാവിന്റെ അടുക്കൽ വരുവാൻ കഴിയുന്ന പുത്രത്വത്തിന്റെ ആത്മാവാണ്. മനസ്സിലാവുന്നുണ്ടോ? അബ്ബ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് പിതാവിന്റെ അടുക്കൽ നമുക്ക് വരാൻ കഴിയുന്നു എങ്കിൽ നമ്മൾ ആരാണ്? ദൈവത്തിന്റെ മക്കളാണ്, ദൈവത്തിന്റെ പുത്രന്മാരാണ് എന്ന് നമുക്ക് തിരുവെഴുത്തുകൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും. ആമേൻ സ്തോത്രം. ചില വ്യക്തികൾ ഈ ഭാഗങ്ങളൊക്കെ പഠിച്ചിട്ട് പറയുന്നത് ഇപ്രകാരമാണ്: സ്തോത്രം, ഇത് ദൈവത്തിന്റെ ദൂതന്മാരാണ് എന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. ദൈവത്തിന്റെ ദൂതന്മാരാണെന്ന് വ്യാഖ്യാനിക്കുമ്പോൾ തന്നെ സ്തോത്രം, എനിക്ക് പറയാനുള്ളത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒരിക്കൽ സാധുക്യർ കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുകയാണ്, പുനരുത്ഥാനത്തിന് ശേഷം സ്വന്തം ഒരു സ്ത്രീക്ക് സ്വന്തം ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു, പുള്ളി മരിച്ചുപോയി. ഇങ്ങനെ 7 സഹോദരങ്ങൾ ആ ഭർത്താവിനുണ്ടായിരുന്നു, അവർ 7 പേരും മരിച്ചുപോയി. അപ്പോൾ പുനരുത്ഥാനത്തിന് ശേഷം ഈ സ്ത്രീക്ക് ആരായിരിക്കും ഭർത്താവ് എന്ന് ചോദിച്ചപ്പോൾ കർത്താവായ യേശുക്രിസ്തു പറയുന്ന മറുപടി, അവർ അവിടെ എങ്ങനെയുള്ളവരായിരിക്കും? ദൂതന്മാരെ പോലെ ആയിരിക്കും. അവിടെ വിവാഹം കഴിക്കുന്നില്ല, അങ്ങോട്ടും കൊടുക്കത്തില്ല, ഇങ്ങോട്ട് വാങ്ങുന്നും ഇല്ല എന്ന് തിരുവെഴുത്ത് വളരെ വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നു. അങ്ങനെയെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ പുത്രന്മാരെന്ന് പറയുന്നത് ദൈവജനമാണ്. അപ്പൊ അന്ന് ദൈവജനം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവജനം ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയതുപോലെ ആമേൻ സ്തോത്രം, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിലേക്ക് വായിക്കുമ്പോൾ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവം കണ്ടിട്ട് ദൈവം മനുഷ്യന് തക്കതായൊരു തുണയെ ഉണ്ടാക്കി കൊടുത്തു. മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടാക്കി കൊടുത്തു. ദൈവം അവർക്ക് സന്തതികളെ കൊടുത്തു. അതിൽ നിന്ന് ഉത്ഭവിച്ച 2 സന്തതികളെ കുറിച്ച് പറഞ്ഞു. പക്ഷെ അതിൽ ഒരു മനുഷ്യൻ കയ്യീനായിരുന്നു. കയ്യീന്റെ വംശപാരമ്പര്യം നമ്മൾ പഠിക്കുമ്പോൾ കയ്യീൻ ആരായിരുന്നു? ഒരു കൊലപാതകിയായി തീർന്നു. സ്വന്തം സഹോദരൻ എന്ത് ചെയ്തു? അപ്പൊ ആ കയ്യീനെ ദൈവത്തിന്റെ മകൻ എന്ന് വിളിക്കാൻ പറ്റുമോ? ഞാൻ ഈ മനുഷ്യരുടെ പുത്രന്മാരും ദൈവത്തിന്റെ പുത്രന്മാരും തമ്മിലുള്ള വ്യത്യാസം പറയുകയാണ്. അപ്പൊ കയ്യീൻ സ്വന്തം സഹോദരനെ കൊന്നത് നിമിത്തം കൊലപാതകിയായി. കയ്യീന്റെ വംശപാരമ്പര്യം നോക്കിക്കഴിഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം തന്നെ അതിന്റെ 4-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ലാമേക്ക് വിളിച്ചു പറയുകയാണ്, ഞാൻ എൻ്റെ മുറിവിന് പകരം ഞാനൊരു പുരുഷനെയും എൻ്റെ പരിക്കിന് പകരം ഒരു യുവാവിനെയും. മനസ്സിലായോ? പാപം ചെയ്ത മനുഷ്യൻ, ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യൻ, ദൈവ കൃപ വിട്ട് അകന്നുപോയ ഒരു മനുഷ്യനെയും അവന്റെ തലമുറകളെയും ഇവിടെ കാണുന്നു. എന്നാൽ 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ മകനായിരുന്ന സ്തോത്രം ആദാമിന്റെ വംശപാരമ്പര്യം ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഹാബേലിന് പകരം ദൈവം കൊടുത്ത തലമുറയാണ് ഷേത്ത്. മനസ്സിലാവുന്നുണ്ടോ? ദൈവം കൊടുത്ത തലമുറയാണ് ഷേത്ത്.
അങ്ങനെ ദൈവകൃപയിൽ നിലനിന്ന ജയത്തിന്റെ പാരമ്പര്യം നമ്മൾ താഴോട്ട് പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് അതിന്റെ 5-ാം അധ്യായം 23-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 5-ാം അധ്യായം 23-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ആ 365 സംവത്സരമായിരുന്നു ഹാനോക്ക് ദൈവത്തോടുകൂടെ. കണ്ടോ, ഹാനോക്ക് ആരോടുകൂടെ നടന്നു? ദൈവത്തോട് കൂടെ നടന്നു. അപ്പൊ ഒരു ഭാഗത്ത് ദൈവത്തിൽ നിന്നും അകന്നുപോയ കയ്യീനും അവന്റെ സന്തതികളും മനുഷ്യപുത്രന്മാർ കേവലം മനുഷ്യരായിട്ട് ജീവിക്കുമ്പോൾ, മറുഭാഗത്ത് ഷേത്തും അവന്റെ തലമുറകളും ദൈവത്തിന്റെ മക്കളായി ജീവിച്ചു. അതിന്റെ പരിണിത ഫലമാണ്, അല്ലെങ്കിൽ തലമുറകളിൽ ഹാനോക്ക് എന്ന് പറയുന്ന മനുഷ്യൻ 300 സംവത്സരം ദൈവത്തോട് കൂടെ നടന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളോട് ഈ വചനത്തിലൂടെ എനിക്ക് വിളിച്ചു പറയുവാനുള്ളത്, നമ്മൾ ദൈവസന്നിധി നിലനിന്ന് കഴിഞ്ഞാൽ നമ്മുടെ തലമുറകൾ ആരാണ്? ദൈവത്തിന്റെ മക്കളാണ്, ദൈവത്തിന്റെ പുത്രന്മാരാണ്. ഇവരുടെ തലമുറ വീണ്ടും കഴിഞ്ഞു പോകുമ്പോൾ അടുത്തൊരു തലമുറ വരികയാണ്. അല്ലെങ്കിൽ ഷേത്തിന്റെ വംശപാരമ്പര്യത്തിൽ അടുത്ത് വരുന്ന തലമുറയാണ് ആര്? നോഹ എന്ന് പറയുന്നത്. ആ നോഹയ്ക്കാണ് ദൈവത്തിന്റെ കൃപ ലഭിച്ചത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ പുത്രന്മാരെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനമനുസരിക്കുന്ന, ദൈവകൽപ്പന അനുസരിക്കുന്ന, ദൈവത്തിന്റെ വഴികളിൽ നടക്കുന്നവരാണ് ദൈവമക്കൾ. ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളോട് പറയുവാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ദൈവത്തിന്റെ വഴികളിൽ നടന്നു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ കൽപ്പനകളിൽ നടന്നു കഴിഞ്ഞാൽ, ദൈവാത്മ നിയോഗപ്രകാരം നടന്നു കഴിഞ്ഞാൽ നമ്മെ വിളിക്കുന്ന പേരാണ് ദൈവത്തിന്റെ പുത്രന്മാർ. അങ്ങനെ ദൈവത്തിന്റെ പുത്രന്മാരും അടുത്ത് മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു. കേട്ടോ, അപ്പൊ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട്. എന്താണ് അതിന്റെ അർത്ഥം? നമ്മൾ ഇന്നത്തെ ലോകവുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്ത് പഠിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആമേൻ സ്വന്തം നമ്മൾ ദൈവമക്കൾ, നമ്മൾ ചുരുക്കം ചിലരാണ് ഇവിടെ ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവവചന ആമേൻ സ്വന്തം നമ്മൾ ദൈവവചന പ്രകാരം ജീവിക്കുന്നവരാണ്. നമ്മൾ ഒരിക്കലും ഒരു ബ്യൂട്ടി പാർലറിൽ പോയി പുട്ടിയിടാനൊന്നും ഉണ്ട്, ഇടുന്നവരുണ്ട്, അത് അവരും ദൈവമായിട്ട് അങ്ങ് തീർത്തോളും. പുട്ടിയിടാനൊന്നും, മുഖത്തിന്റെ ഭംഗി കൂട്ടാൻ വേണ്ടി ആമേൻ സ്വന്തം നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല. പുരികം അടിക്കാനൊന്നും, ലിപ്സ്റ്റിക് ഇടാനൊന്നും, നമ്മളെ കാണുമ്പോൾ വലിയ സൗന്ദര്യം ഒന്നും എടുത്ത് കാണിക്കുകയൊന്നും ഇല്ല, ഇല്ലേ? നമ്മളെ കാണുമ്പോൾ വലിയ സൗന്ദര്യം ഒന്നും എടുത്ത് കാണിക്കുകയൊന്നും ഇല്ല. പക്ഷേ അവൻ ലോകത്തിലെ മനുഷ്യന്റെ പുത്രിമാർ നല്ല അണിഞ്ഞൊരുങ്ങി വന്നപ്പോൾ, പുരുവൊക്കെ തൊട്ട് ചെയ്ത്, മുഖത്തല്പം മേക്കപ്പ് ഒക്കെ ഇട്ട്, ചുണ്ടിലല്പം ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് വന്നപ്പോൾ, അവൻ ദൈവത്തിന്റെ പുത്രന്മാർക്ക് അവരോട് എന്തുണ്ടായി? ഇഷ്ടമുണ്ടായി. കേട്ടോ, അവരെ നോക്കിയപ്പോൾ അവൻ പെന്തക്കോസി വരുന്ന, കൈയടിക്കുന്ന, പാട്ട് പാടുന്ന, അവൻ സ്വന്തം ഞങ്ങളോട് കൂടെ ദൈവവചനം പഠിക്കുന്ന പെൺകുട്ടികളെക്കാൾ അവർ സൗന്ദര്യമുള്ളവരെന്ന് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് ആമേൻ സ്വതന്ത്രം അവിടെ പറയുന്നു, തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു. എന്നാൽ നോഹയുടെയും കുടുംബത്തിന്റെയും പ്രത്യേകത എന്താണ്? അവർക്ക് ബോധിച്ച പ്രകാരമല്ല എടുത്തത്. ദൈവഹിതമാണോ എന്ന് നോക്കിയിട്ട്, ഇന്നത്തെ ആത്മീയ കോളത്തിനകത്ത് നോക്കിക്കഴിഞ്ഞാലും ഒരു സ്വതന്ത്രം പാസ്റ്റർ മക്കളായാലും ആരായാലും അവർക്ക് ഇഷ്ടപ്പെടുന്നവരെ കാണുമ്പോൾ അവരുമായിട്ടുള്ള ബന്ധത്തിൽ അവരെ വിവാഹം കഴിക്കണമെന്ന രീതിയിൽ, ഇല്ലേ? മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ അവർക്ക് ബോധിച്ചതുപോലെ അവൻ ദൈവത്തിന്റെ പുത്രന്മാർ ഈ കാലഘട്ടങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവസഭയിലായിരിക്കുന്ന കുഞ്ഞു കുട്ടികളോടൊക്കെ വിളിച്ചു പറയാം,
നമ്മൾ അങ്ങനെ ജീവിക്കുവാനുള്ളവരല്ല. അവൻ നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് എന്തുകൊണ്ടെന്നറിയാമോ? നോഹ തന്റെ തലമുറകളെ ദൈവകൃപയിലും ദൈവഭക്തിയിലും വചന ഉപദേശത്തിലും വളർത്തിയെടുക്കുവാൻ ഇടയായെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിലായിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഒരു ഉത്തരവാദിത്വം ദൈവം തന്നിട്ടുണ്ട്. നമ്മുടെ തലമുറകളെ എങ്ങനെ വളർത്തിയെടുക്കണം, അവർ എങ്ങനെ ജീവിക്കണം, വചനപ്രകാരം അവരെ വളർത്തിയെടുക്കുവാനുള്ള ഒരു ദൈവകൃപയ്ക്ക് വേണ്ടി ഇന്ന് രാത്രികാലം ദൈവമക്കൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ നോക്കുമ്പോൾ അടുത്ത് ജീവിക്കുന്ന പെന്തക്കോസുകാരുടെ മക്കളൊക്കെ ചിലപ്പോൾ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടുകൊണ്ട് പോകും. അത് കണ്ട് നമ്മുടെ മക്കൾക്ക് ഇടാൻ മുഖം മേക്കപ്പ് ചെയ്തുകൊണ്ട് കിടക്കും. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ഇടാൻ പുരികം ത്രെഡ് ചെയ്തുകൊണ്ട് കിടക്കും. അതുകൊണ്ട് അവർ നമ്മുടെ മക്കൾക്ക് ഇടാൻ. കാരണം എന്താണ്? നമ്മൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണ്, വിശുദ്ധ വംശമാണ് എന്ന് ദൈവമക്കൾ മറന്നു പോകരുത്. അപ്പോൾ ഇതിന്റെ മധ്യേ നോഹ തന്റെ മക്കളെ ദൈവകൃപയിൽ വളർത്തിയപ്പോൾ നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചപ്പോൾ നോഹയുടെ തലമുറകൾക്കും ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ഒന്നുകൂടെ വ്യക്തമായി പഠിക്കുമ്പോൾ ആവർത്തന പുസ്തകം 7-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കർത്താവായ സർവശക്തനായ ദൈവം അവൻ ചില ഉപദേശങ്ങൾ സ്തോത്രം ജനത്തിന് കൈമാറിയിട്ട് അവിടെ പറയുന്ന ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്. അതിന്റെ 3-ാം വാക്യം മുതൽ ഒന്ന് വായിച്ചിട്ട് 3-ാം വാക്യം മുതൽ ആവർത്തന പുസ്തകം 7:3 മുതലുള്ള വാക്യങ്ങൾ. അവിടെ പറയുന്നു, ജാതികളുമായി നിങ്ങൾ വിവാഹ സംബന്ധം എന്ത് ചെയ്യരുത്. അടുത്ത്, നിന്റെ പുത്രന്മാരെ അവരുടെ പുത്രിമാർക്ക് കൊടുക്കുകയോ അവരുടെ പുത്രിമാരെ നിന്റെ പുത്രന്മാർക്ക് എടുക്കുകയോ ചെയ്യരുത്. അന്യ ദൈവങ്ങളെ സേവിപ്പാൻ തക്കവണ്ണം അവർ നിന്റെ പുത്രന്മാരെ എന്നോട് അകറ്റിക്കളയുകയും ദൈവത്തിന്റെ കോപം നിങ്ങൾക്ക് വിരോധമായി ജ്വലിച്ച് നിങ്ങളെ വേഗത്തിൽ നശിപ്പിക്കുകയും. അടുത്ത അതിന്റെ 6-ാം വാക്യത്തിൽ കാണുന്നു, നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനം. കണ്ടോ? ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് ദൈവം നമ്മെ തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന് കണ്ടോ, നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പൊ വെറുതെ നമ്മെ തിരഞ്ഞെടുത്തതല്ല, ദൈവത്തിന്റെ സ്വന്തം ജനമായിരിക്കേണ്ടതിന്. അവർക്ക് കൊടുത്ത കൽപ്പനകളിൽ പറയുന്നു, അന്യജാതികളുമായിട്ട് നിങ്ങൾ ഇടകലരരുത്. അവരുടെ പുത്രന്മാരെയോ പുത്രിമാരെയോ നിങ്ങളുടെ പുത്രന്മാർക്കും പുത്രിമാർക്കും വേണ്ടി എടുക്കരുതെന്ന് വളരെ വ്യക്തമായിട്ട് സർവശക്തനായ ദൈവം പറയുന്നു. എന്നാൽ എന്ത് സംഭവിച്ചെന്നറിയാമോ? സംഖ്യാപുസ്തകത്തിലേക്ക് വരുമ്പോൾ അതിന് 25-ാമത്തെ അധ്യായം 1-ാം വാക്യം മുതൽ പഠിക്കുമ്പോൾ, സംഖ്യാപുസ്തകം അതിന്റെ 25-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇസ്രായേൽ ഷിത്തീമിൽ പാർക്കുമ്പോൾ ജനം മോവാബ്യ സ്ത്രീകളുമായി പരസംഗം തുടങ്ങി. അതിന് തൊട്ട് മുൻപിലത്തെ അധ്യായം മുഴുവൻ വായിച്ചു നോക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്ന എന്താണെന്നറിയാമോ? അവൻ ബാലാക്ക് എന്ന് പറയുന്ന രാജാവ് ബിലെയാമിനെ കൂലിക്ക് വിളിച്ചുകൊണ്ട് വന്നതിന്റെ കാരണം എന്താണ്? ഇവരെ ഒന്ന് ശപിക്കണം. അപ്പൊ അവന്റെ ശാപം ഒന്നും ഭരിച്ചില്ല. ശപിക്കാൻ തനിക്ക് പറ്റുന്നില്ല. പക്ഷെ ഈ ബിലെയാം ഒരു ഉപദേശം അവിടെ കൊടുത്തു. എന്തോ ഉപദേശം എന്നറിയാമോ? ഇവരെ തകർക്കണമെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ എന്തുണ്ടാകണം? അശുദ്ധി ഉണ്ടാകണം. ഇവരുടെ ജീവിതത്തിൽ ഇടർച്ചയുണ്ടാകണം. ഇവരുടെ ദൈവവുമായുള്ള ബന്ധം തകരണം. മനസ്സിലാവുന്നുണ്ട്? ദൈവവുമായുള്ള ബന്ധം തകരണം. അത് കണ്ടുകൊണ്ട് അവൻ സ്തോത്രം ഇവിടെ ബിലെയാം ഉപദേശിച്ചു കൊടുത്തു. അത് വെളിപ്പാട് പുസ്തകത്തിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുവാൻ കഴിയും. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു, ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുൻപിൽ ഇടർച്ച വെപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലെയാമിന്റെ ഉപദേശം. 1, ഇവർ ദുർനടപ്പുകാരാകണം. 2, ഇവർ വിഗ്രഹാർപ്പിതം തിന്നണം. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇവരെന്തായി? നമ്മെ പോലെ മനുഷ്യപുത്രന്മാരായി ദൈവത്തിന്റെ മക്കൾ എന്ന പദവിയിൽ നിന്നും അകന്നു പോകും. അങ്ങനെയെങ്കിൽ ദൈവകോപം അവരുടെ മേൽ വരും, അവർ തകർന്നു പോകുമെന്ന് ബിലെയാം എന്ത് ചെയ്തു? ബാലാക്കിനെ
ഉപദേശിച്ചു കൊടുത്തു. അപ്പൊ ഇങ്ങനെ ഉപദേശിച്ചു കൊടുത്തപ്പോൾ ബാലാക്കും അവൻ അവിടെയുള്ള മോവാബ്യരും തിരഞ്ഞെടുത്ത വഴി എന്താണെന്നറിയാമോ? ഇവരിൽ സൗന്ദര്യമുള്ള സ്ത്രീകളെ കൊണ്ടുവന്ന്, അതാണ് നമ്മൾ വായിച്ച വാക്യം വിട്ടുപോകരുത്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 1-ാം വാക്യം 2-ാം വാക്യം, ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു. അപ്പോൾ ഇവിടെ നോക്കുക, അവൻ മോവാബ്യ സ്ത്രീകളെ അവൻ ഇസ്രായേലിലെ പുരുഷന്മാർ ആകർഷിക്കത്തക്ക രീതിയിൽ അവർ അണിഞ്ഞൊരുക്കി. മനസ്സിലാവുന്നുണ്ടോ? എങ്ങനെയെങ്കിലും ദൈവസഭയ്ക്കകത്ത് ദുർനടപ്പുണ്ടാകണം. അതല്ലേ ഇന്നത് പല പറയുന്ന മനസ്സിലാവുന്നുണ്ടല്ലോ. പല സഭകൾക്കകത്തും വസ്ത്രധാരണ രീതി. അപ്പൊ നമ്മൾ ഇത് പ്രസംഗിക്കുമ്പോൾ അവർ ചോദിക്കും, ഇതിനെക്കുറിച്ച് വല്ല ഉപദേശം നമുക്ക് പ്രസംഗിക്കാൻ പറ്റോ? പുതിയ നിയമത്തിൽ വല്ലതും പറയാൻ ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ വസ്ത്രധാരണത്തിന് ദൈവവചനത്തിൽ അതിൻ്റെതായ പ്രാധാന്യം. വെറുതെ ഒരു സ്ത്രീയെ കണ്ടാൽ ഒരു പുരുഷന് ആകർഷണം ഉണ്ടാകത്തില്ല. അപ്പോൾ അതിൻ്റെതായ രീതിയിൽ മോഡിഫിക്കേഷൻ ചെയ്താൽ, വസ്ത്രത്തിന് അതിൻ്റെതായ രീതിയിൽ വിട്ടുവീഴ്ച ചെയ്താൽ, ഇല്ലേ, മുഖത്തിന് ആ സൗന്ദര്യം വർദ്ധിപ്പിച്ചാൽ, പുരുഷൊക്കെ ഒന്ന് ത്രെഡ് ചെയ്ത് ഒന്ന് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് നിർത്തി കഴിഞ്ഞാൽ പുരുഷന്, വസ്ത്രങ്ങളൊക്കെ ഒരു അല്പമൊക്കെ കുറച്ച് കഴിഞ്ഞാൽ പുരുഷന്. അപ്പൊ അതുപോലെ മോവാബ്യ സ്ത്രീകളെ അവൻ ഇസ്രായേലിലെ പുരുഷന്മാർ കാണത്തക്ക രീതിയിൽ അവൻ കൊണ്ട് നിർത്തിയപ്പോൾ ഇവരെന്ത് ചെയ്തു? വശീകരിക്കപ്പെട്ട് ദുർനടപ്പുണ്ടായി. എന്തുണ്ടായി? ദുർനടപ്പുണ്ടായി. അങ്ങനെയെങ്കിൽ സഭയ്ക്കകത്ത് അവനിത് വളരെ പ്രാധാന്യമുള്ള വസ്ത്രധാരണം എന്ന് സഭയിൽ മാത്രമല്ല, പുറത്തു പോകുമ്പോഴെല്ലാം വസ്ത്രധാരണം, അവൻ ജീവിത രീതി, എങ്ങനെ മക്കളെ ഒരുക്കണം, എങ്ങനെ പഠിപ്പിക്കണം, അതല്ലേ ചെറുതിലെ ബാല്യം മുതലേ നമ്മൾ എന്ത് ചെയ്യണം? അവരെ പറഞ്ഞു കൊടുത്ത് വളർത്തിയെടുക്കണം. ഇല്ല എങ്കിൽ നാളെ ഒരു തലമുറ ദൈവസഭകൾക്കകത്ത് ദുർനടപ്പിലേക്ക് കടന്നു പോകുമെന്നതിൽ ഒരു സംശയമില്ല. സഭകൾക്കകത്ത് പ്രേമത്തിലും കുരുക്കുകളിലും പെടുമെന്നതിൽ ഒരു സംശയവും. അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ പലർക്കും ഇഷ്ടപ്പെടുകയൊന്നുമില്ല. കാരണം ഇന്ന് പാസ്റ്റർമാരുടെ മക്കളും അവൻ ലിപ്സ്റ്റിക്കും ഇട്ട് മുഖമൊക്കെ നല്ല വെളുപ്പിച്ച് പുരുകമൊക്കെ ത്രെഡ് ചെയ്ത് അവൻ നടക്കുന്നവരുണ്ട്. പെന്തക്കോസ്തിലെ ഇന്നത്തെ പല വലിയ സഭകൾക്കകത്തും ഇങ്ങനെയുള്ള ജീവിത രീതികളിൽ നടക്കുന്നവരുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊള്ളണം. ദൈവസഭയ്ക്കകത്ത് ദുർനടപ്പ് കൊണ്ടിടുവാനുള്ള പിശാചിന്റെ ഒരു തന്ത്രമാണ് അത്. കാരണം ഇവർ വിശുദ്ധിയോടെ ജീവിച്ചാൽ, ദൈവവുമായുള്ള ബന്ധത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ സംരക്ഷണം അവർക്കുണ്ടാകും. അതുകൊണ്ട് ബിലെയാം അവർക്ക് ഉപദേശിച്ചു കൊടുക്കുകയാണ്, ഇവരുടെ ഇടയിൽ ദുർനടപ്പുണ്ടായി കഴിഞ്ഞാൽ ദൈവം എന്ത് ചെയ്യും? അടുത്ത് ഇവർ വിഗ്രഹങ്ങളെ ആരാധിക്കാൻ പോയി കഴിഞ്ഞാൽ, അവൻ വിഗ്രഹാർപ്പിതമായി തിന്നു കഴിഞ്ഞാൽ എന്തുണ്ടാകും? ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെടും. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കൾ, അവൻ നമ്മുടെ തലമുറകളെ പത്യ ഉപദേശത്തിൽ ദൈവവചന അടിസ്ഥാനത്തിൽ വളർത്തിയെടുക്കേണ്ട വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ നോക്കുക, നോഹയുടെ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ മക്കൾ എന്ന് പറഞ്ഞിരുന്ന, ഉപദേശത്തിൽ നിലനിന്നിരുന്ന പല വ്യക്തികളും എന്ത് ചെയ്തു? ദൈവത്തിൽ നിന്നും അകന്നുപോയി. കണ്ടോ? ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തപ്പോൾ ദൈവകൃപയിൽ നിന്ന് നോഹ, ദൈവകൃപയിൽ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുത്ത നോഹ, തന്റെ മക്കളെ ദൈവവചനപ്രകാരം വളർത്തിയ നോഹ, ആ നോഹയ്ക്കാണ് എന്ത് ലഭിച്ചത്? അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവമക്കളോട് വിളിച്ചു പറയാ, നമുക്കും ആ ക്വാളിറ്റി ഉണ്ടെങ്കിൽ, ആ യോഗ്യത ഉണ്ടെങ്കിൽ നമുക്കും ദൈവത്തിന്റെ കൃപ. മനസ്സിലാകുന്നുണ്ടോ? പല ബന്ധങ്ങളും ഇന്ന് ദൈവദാസന്മാരുടെ മക്കളുടെ ഉൾപ്പെടെ വരെ പല ബന്ധങ്ങളും ചിന്നാഭിന്നമായി കൊണ്ടിരിക്കുന്നു. ദൈവ മക്കളുടെ ജീവിതത്തിൽ ഭിന്നതകൾ ഉണ്ടാകുന്നു. ആമേൻ സ്തോത്രം. അതൊക്കെ വളരെ ആമേൻ സ്തോത്രം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, ആമേൻ സ്തോത്രം, ദൈവത്തിന്റെ പുത്രന്മാരും ലോകത്തിന്റെ പുത്രിമാരും തമ്മിലുള്ള ബന്ധങ്ങളാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ നമ്മൾ നമ്മുടെ തലമുറകളെ വളർത്തിയെടുക്കുവാൻ തയ്യാറാകണം. അപ്പോൾ ഇവിടെ പറയുന്നു, പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു. അടുത്ത്, അപ്പോൾ യഹോവ മനുഷ്യന് എന്റെ ആത്മാവ് സദാകാലവും ബാധിച്ചുകൊണ്ടിരിക്കുകയില്ല, അവൻ ജഡം തന്നെയല്ലോ എങ്കിലും. കണ്ടോ? അവിടെ ദൈവം പറയുകയാണ്,
ഞാനിനി സദാകാലവും ഈ ജനത്തോട് വാദിച്ചു കൊണ്ടിരിക്കുകയില്ല എന്ന് അവൻ പറയുകയാണ്. അവൻ അതിന്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ അതിനെക്കുറിച്ച് അവരുടെ തലമുറകളെ കുറിച്ച് കാണുന്നു. കണ്ട, അക്കാലത്ത് ഭൂമിയിൽ മല്ലന്മാരുണ്ടായിരുന്നു. അടുത്ത് അവർ മക്കളെ പ്രസവിച്ചു. കണ്ടോ, വീരന്മാർ, പുരാതന കാലത്തെ വീരന്മാർ ഇവരാകുന്നു എന്ന് പറയുന്നു. അമേൻ സഹോദരൻ, വീരന്മാരെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അമേൻ സഹോദരം നമുക്ക് എല്ലാവർക്കും അറിയാലോ. ദൈവവചനത്തിൽ പറയുന്നു, അമേൻ സഹോദരം, ദോവേഗ് എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച്, വീര നീ ദുഷ്ടതയെ പ്രശംസിക്കുന്നത്. കണ്ടോ, ദുഷ്ടതയെ പ്രശംസിക്കുന്നവനെ നോക്കി വിളിക്കുന്ന എന്താണ്? വീര. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അന്നത്തെ കാലത്തും വീരന്മാരുണ്ടായിരുന്നു. 5-ാം വാക്യത്തിൽ കാണുന്നു, ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്നും യഹോവ കണ്ടു. അടുത്ത, മനുഷ്യനെ ഉണ്ടാക്കുക നിമിത്തം ദൈവം എന്ത് ചെയ്തു? അനുതപിച്ചു. അത് അവന്റെ ഹൃദയത്തിന് ദുഃഖമായി തീർന്നു എന്ന് അവൻ പറയുന്നു. അങ്ങനെ ദൈവം ഭൂമിയിലെ മനുഷ്യനെ നശിപ്പിക്കുവാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ഒരു ഭാഗത്ത് അവൻ സ്തോത്രം ലോകത്തിലെ മനുഷ്യൻ അവൻ ദൈവമക്കളുമായി ഇടകലർന്ന് അവൻ പാപത്തിലേക്ക് വീണപ്പോൾ നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കാലം പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത് ദൈവകൃപയാണ്. നമ്മുടെ തലമുറകളെ വളർത്തുവാൻ ആവശ്യമായിരിക്കുന്നത് ദൈവകൃപയാണ്. അവർ നേരെ ജീവിക്കുവാൻ ആവശ്യമായിരിക്കുന്നത് ദൈവകൃപയാണ്. അതുകൊണ്ട് ഈ ദൈവകൃപയിലേക്ക് അടുത്തു വരേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. അവൻ സ്തോത്രം, നോഹയുടെ വംശപാരമ്പര്യം നോക്കിക്കഴിഞ്ഞാൽ 9-ാം വാക്യത്തിൽ കാണുന്നു, നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹയ്ക്ക് വേണമെങ്കിൽ തോന്നിയതുപോലെ ജീവിക്കാമായിരുന്നു. നോഹയ്ക്ക് വേണമെങ്കിൽ മനുഷ്യരുടെ പുത്രിമാരെ തിരഞ്ഞെടുക്കാമായിരുന്നു. നോഹയുടെ മക്കൾക്ക് വേണമെങ്കിലും അവൻ ഏതെങ്കിലും രീതിയിൽ മനുഷ്യരുടെ പുത്രിമാരെ തിരഞ്ഞെടുത്ത് ലോകപ്രകാരം ജീവിക്കാമായിരുന്നു. പക്ഷെ അവർ അതിന് പ്രകാരം ജീവിക്കാതെ ദൈവത്തിന് വേണ്ടി നിലനിന്നത് കൊണ്ട് ദൈവത്തിന്റെ കൃപ അവരുടെ മേൽ പകർന്നു എന്ന് മാത്രമല്ല, നോഹയും അവന്റെ കുടുംബവും എന്ത് ചെയ്തു? രക്ഷ പ്രാപിച്ചു എന്ന് തിരുവചനത്തിലൂടെ വളരെ വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നു. അടുത്തൊരു വ്യക്തിയിലേക്ക് നമുക്ക് വേഗത്തിൽ നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. അവൻ പുറപ്പാട് പുസ്തകം അതിന്റെ 33-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ, ദൈവകൃപ ലഭിച്ച 2-3 വ്യക്തികളെ നമുക്ക് വേഗത്തിൽ പരിചയപ്പെടാം. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ. മോശ ദൈവത്തോട് പറഞ്ഞത്, ഈ ജനത്തെ കൂട്ടിക്കൊണ്ട് പോക എന്ന് നീ എന്നോട് കൽപ്പിച്ചുവല്ലോ. കണ്ടോ, എങ്കിലും ആരെ എന്നോടുകൂടെ അയക്കുമെന്ന് എന്നാൽ ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. കണ്ടോ, ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. അടുത്ത് അപ്പൊ രണ്ടാമത് ഇവിടെ കാണുന്ന ഒരു മനുഷ്യൻ മോശ എന്ന് പറയുന്ന വ്യക്തിയാണ്. ആ മനുഷ്യന് എന്ത് ലഭിച്ചു? എടോ, ദൈവം അടുത്തറിഞ്ഞു മോശയെ ദൈവം അടുത്തറിഞ്ഞു. അവൻ സ്വതന്ത്രം മോശ ഫറവോന്റെ കൊട്ടാരത്തിലായിരുന്ന സമയത്ത് ഒരു മിസ്രയീമ്യൻ ഒരു എബ്രായനെ അടിക്കുന്നത് കണ്ടിട്ട് മിസ്രയീമിനെ അടിച്ചു കൊന്നു കളഞ്ഞു, അല്ലേ? രണ്ടാമത് വീണ്ടും പോയപ്പോൾ എബ്രായനും തമ്മിൽ അടികൂടുന്നത് കണ്ടിട്ട് അവൻ ചോദിച്ചു, നിങ്ങൾ തമ്മിൽ സഹോദരന്മാരല്ലേ, നിങ്ങൾ തമ്മിൽ എന്താണ് അടികൂടുന്നത്? ഇല്ലേ? ഇന്ന് ദൈവസഭയ്ക്കകത്ത് നോക്കിക്കഴിഞ്ഞാൽ അടിയും പിടിയേ ഉള്ളൂ. നമ്മളെല്ലാവരും ഒരു അപ്പത്തിന്റെ അംശികളാണ്, ഒരു ശരീരത്തിലെ ഓരോ അവയവങ്ങളാണ്, നമ്മൾ ഒന്നായി നിൽക്കേണ്ടവരാണ്. പക്ഷെ ഇപ്പൊ സഭയ്ക്കകത്ത് എന്തേ ഉള്ളൂ? അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ പൗലോസിന്റെ പക്ഷക്കാരൻ, അപ്പൊല്ലോസിന്റെ പക്ഷക്കാരൻ, ഗ്യാബാവിന്റെ പക്ഷക്കാരൻ, ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ.
ദൈവസഭ ഒരുമിച്ച് നിൽക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ മോശ ആമേൻ സ്തോത്രം ആഗ്രഹിച്ച ഒരു കാര്യം അങ്ങനെയല്ലേ? എബ്രായന്മാരല്ലേ നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടവരല്ലേ? നമ്മൾ തമ്മിൽ അടികൂടേണ്ടതുണ്ടോ? അങ്ങനെ ചോദിച്ചപ്പോ അവരും മോശയ്ക്ക് നേരെ. അങ്ങനെ മോശ അവിടെ എല്ലാം വിട്ട് എന്ത് ചെയ്തു? ഓടിക്കളഞ്ഞു. അതിനുശേഷമുള്ള ചരിത്രമെല്ലാം നമുക്കറിയാം. 40 വർഷം ആടുകളെ മേച്ചുകൊണ്ടായിരുന്നു. അവിടെ നിന്നും സർവശക്തനായ ദൈവം വിളിച്ച് വേർതിരിച്ച് മോശയെ ആമേൻ സ്തോത്രം ഒരു ശുശ്രൂഷയിലേക്ക് എന്ത് ചെയ്തു? കൊണ്ടുവരുവാനിടയായി തീർന്നു. ആ മോശയോട് ദൈവം പറയും, ഞാൻ നിന്നെ അടുത്ത് കണ്ടോ, നമ്മെ എല്ലാവരെയും അടുത്തറിയുന്നൊരു ദൈവം. അടുത്തറിയുക മാത്രമല്ല, ദൈവത്തിന്റെ കൃപ കൂടെ അവന്റെ മേൽ. മനസ്സിലാവുന്നുണ്ടോ? തന്റെ സഹോദരന്മാരെ ചേർത്ത് പിടിക്കുവാനുള്ള ഒരു മനസ്സ്. അവിടെ ജാതി നോക്കിയില്ല, മതം നോക്കിയില്ല, വർണ്ണം നോക്കിയില്ല. സ്വന്തം സഹോദരങ്ങളെ ചേർത്ത് പിടിക്കുവാനുള്ള. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം നമുക്കും അങ്ങനെയുള്ള ഒരു മനസ്സുണ്ടായിരിക്കണം. അപ്പോൾ അവിടെ മോശയ്ക്കും ദൈവത്തിന്റെ കൃപ ലഭിച്ചു. അതിന്റെ 13 തൊട്ടുള്ള വാക്യം ഒന്ന് വായിക്കാം. 13 തൊട്ടുള്ള വാക്യങ്ങൾ. അപ്പൊ മോശ ചോദിക്കുകയാണ്, കർത്താവേ, അങ്ങേക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴിയൊന്ന് എന്നെ അറിയിക്കണമേ. അടുത്ത്, നിനക്കെന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. അപ്പോൾ ദൈവത്തിന്റെ കൃപ ലഭിച്ച മോശ അടുത്ത് വീണ്ടും പറയാൻ, ദൈവമേ, അങ്ങേക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ അങ്ങയുടെ വഴി എന്നെ ഒന്ന് അറിയിക്കണം. എന്നെ അറിയിച്ചു കഴിഞ്ഞാൽ അങ്ങേക്ക് എന്നോട് വീണ്ടും കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ എന്ത് ചെയ്യും? അങ്ങയെ അറിയുമാറാകുമെന്ന് മോശ പറയുകയാണ്. എന്നാൽ അതിന്റെ ആമേൻ സ്തോത്രം 15-16 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അടുത്ത്, എന്നോടും നിന്റെ ജനത്തോടും കൃപ ഉണ്ടെന്നുള്ളത് ഏതോന്നിനാൽ ഞാൻ അറിയുമെന്ന് അവിടെ മോശ ചോദിക്കുമ്പോൾ, അടുത്ത് കണ്ടോ, നീ ഞങ്ങളോടുകൂടെ പോരുന്നതിനാലല്ലയോ? അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവമക്കളോട് ഒരു ചോദ്യം അവിടെ ചോദിക്കുകയാണ്. നമ്മോടുകൂടെ ദൈവകൃപ ഉണ്ടെന്ന് എങ്ങനെ അറിയാൻ കഴിയും? കണ്ടോ, ദൈവം നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ, ദൈവം നമ്മോടുകൂടെ പോരുന്നെങ്കിൽ, നമ്മുടെ ജീവിത രീതികളിൽ ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ, നമ്മുടെ വഴികളിൽ ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ നമ്മോടുകൂടെ എന്തുണ്ട്? ദൈവകൃപയുണ്ട്. കണ്ടോ, ദൈവകൃപ എങ്ങനെ എന്നോടുകൂടെ ഉണ്ടാകുമെന്ന് അവൻ അവിടെ ചോദിച്ചിട്ട് പറയുകയാണ്, ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം എന്നോടുകൂടെ പോരുന്നെങ്കിൽ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവമക്കളോട് വിളിച്ചു പറയാം, ദൈവ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ദൈവകൃപ നമ്മുടെ മേൽ പകർന്നിട്ടുണ്ട് എന്ന് നമുക്ക് തിരുവെഴുത്തുകളിലൂടെ മനസ്സിലാക്കുവാൻ കഴിയും. ആമേൻ സ്തോത്രം. 2 ഉദാഹരണം, 2 വ്യക്തികളെ കൂടെ പരിചയപ്പെടുത്തിയിട്ട് ഞാൻ ഇരിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 1-ാം അധ്യായം 28 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു സ്ത്രീയെ കുറിച്ച് കാണുന്നു. ആമേൻ സ്തോത്രം. അവിടെ മറിയ എന്ന് പറയുന്ന സ്ത്രീ. ആ മറിയയ്ക്കും ദൈവത്തിന്റെ കൃപ. ദൂതൻ അവളുടെ അടുക്കൽ അകത്തു ചെന്ന്, കൃപ ലഭിച്ചവളെ, നിനക്കു വന്ദനം. കർത്താവ് നിന്നോട് കൂടെ. ഞാൻ നേരത്തെ നമ്മൾ മോശയുടെ കാര്യത്തിൽ പറഞ്ഞ എന്താണ്? ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ അവൻ സ്വന്തം കൃപ ലഭിച്ചു എന്നതിന് ഉത്തമ ആമേൻ സ്തോത്രം ഉദാഹരണമാണ്. അല്ലെങ്കിൽ കൃപ ലഭിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ അവൻ കർത്താവിന്റെ ദൂതൻ മറിയയുടെ അടുക്കൽ ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടെ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം നമ്മൾ കൃപ ലഭിച്ചവരായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അവൻ അതിന്റെ അടുത്ത് താഴോട്ടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നു. അതിന്റെ 30-ാമത്തെ വാക്യം. ദൂതൻ പറയുകയാണ്, മറിയയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. മതി, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു.
അതിനുശേഷം പറയുന്ന കഥയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. കർത്താവായ യേശുവിനെ തൻ്റെ ഉദരത്തിൽ താൻ ചുമക്കാൻ വേണ്ടി പോവുകയാണ്. ശ്രദ്ധിക്കണമേ. അപ്പോൾ ഇങ്ങനെ കൃപ ലഭിച്ചെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കുമോ? നീ ഒരു ഗർഭിണിയാവാൻ പോവുകയാണ്, ഉദരത്തിലൊരു കുഞ്ഞിനെ ചുമക്കാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ കുഞ്ഞുങ്ങളോട് ആരെങ്കിലും കന്യാമാരോട് പറഞ്ഞാൽ അവർ അംഗീകരിക്കുമോ? കാരണം അംഗീകരിച്ചു കഴിഞ്ഞാൽ നാളെ ഒരു പുരുഷനെ അറിയാത്ത ഒരു സ്ത്രീ ഗർഭിണിയായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് ചെയ്യും? അവളെ കുറ്റം ചുമത്തും. അവൾ തെറ്റ് ചെയ്തെന്ന് പറയത്തില്ലേ? ആളുകൾ അവളെ ദുഷിക്കത്തില്ലേ? പക്ഷെ ഇവിടെ കർത്താവ് ദൂതൻ വന്നിട്ട് പറയാണ് കൃപ നിനക്ക് ലഭിച്ചിരിക്കുകയാണ്. അപ്പൊ ആ നിന്ദകൾ, വേദനകൾ, അവൻ ബുദ്ധിമുട്ടുകൾ സന്തോഷത്തോടെ സഹിക്കുവാൻ വേണ്ടി ആര് തയ്യാറായി? പക്ഷെ ദൈവം പറയാൻ നിനക്ക് കൃപ. അങ്ങനെ കൃപ ലഭിച്ചവർക്ക് വേദനയുണ്ട്, കൃപ ലഭിച്ചവർക്ക് കഷ്ടതയുണ്ട്, കൃപ ലഭിച്ചവർക്ക് നിന്ദകളുണ്ട്. പക്ഷെ ആ നിന്ദയുടെ മധ്യയും കഷ്ടതയുടെ മധ്യയും അവൻ സർവശക്തനായ ദൈവത്തിന്റെ പറയുവാനുള്ളത്, മറിയേ നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ഇന്ന് രാത്രികാലം വേദനയോടെ, ഭാരത്തോടെ, നിന്ദകൾ ചുമന്നുകൊണ്ട്, കഷ്ടത ചുമന്നുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ആ കഷ്ടതയുടെ മധ്യത്തിലും ദൈവത്തിന് നമ്മോട് പറയുവാനുള്ള ഒറ്റ സന്ദേശമേ ഉള്ളൂ: കൃപ ലഭിച്ചവളെ, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു, ദൈവം നിന്നോട് കൂടെയുണ്ട്. അങ്ങനെയെങ്കിൽ ആ ദൈവകൃപയെ ഓർത്ത് ഇന്ന് രാത്രികാലം നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തയ്യാറാകണം. ഇവിടെ ആ ദൂതൻ കേട്ടപ്പോൾ അവൻ മറിയ എന്ത് ചെയ്തെന്നറിയാമോ? അതിന്റെ 38-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 38-ാം വാക്യം. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. കണ്ടോ, ഇതാണ് ഒരു ദൂത് സ്വീകരിക്കുക എന്ന് പറയുന്നത്. നമ്മോടൊരു വാഗ്ദത്തം ദൈവം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്? ഇതാ ഞാൻ കർത്താവിന്റെ ദാസൻ, ദാസി, അങ്ങയുടെ വാക്ക് പോലെ ഭവിക്കട്ടെ. മനസ്സിലാവുന്നുണ്ടോ? ഒരു ദൂത് നമ്മളോട് ദൈവം പറയുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ടുന്ന രീതിയാണ് കാണുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ നോക്കുക, ദൈവകൃപ പ്രാപിച്ചവൾ അവൾ പിന്നത്തേതിൽ ചില നിന്ദകളൊക്കെ കേൾക്കേണ്ടി വന്നെങ്കിലും, ചില ദുഷികളൊക്കെ കേൾക്കേണ്ടി വന്നെങ്കിലും, ചില പരിഹാസങ്ങളൊക്കെ കേൾക്കേണ്ടി വന്നെങ്കിലും, അവൻ സ്തോത്രം, അവൾ ആ ദൈവകൃപയെ സ്വീകരിക്കാൻ തയ്യാറായി എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവമക്കളോട് വിളിച്ചു പറയാം, ചില നിന്ദകളും പരിഹാസങ്ങളും നമ്മൾ കേൾക്കുമ്പോഴും ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ അധികമായി പകരുമെന്നതിൽ ഒരു സംശയവുമില്ല. അവൻ ഒരു മനുഷ്യനെ, ഒരു വ്യക്തിയെ കൂടെ പരിചയപ്പെടുത്തിയിട്ട് അവൻ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ശക്തമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ട ഒരു മനുഷ്യനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ, ആ ഭാഗങ്ങളിൽ ഇപ്രകാരമാണ് കാണുവാൻ കഴിയുന്നത്. അപ്പോസ്തലനായ പൗലോസ് എന്ന് പറയുന്ന മനുഷ്യൻ പ്രയോജനമില്ല, എങ്കിലും അത് ആവശ്യമായിരിക്കുന്നു. ഞാൻ കർത്താവിന്റെ ദർശനങ്ങളെയും കർത്താവിന്റെ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. തനിക്ക് പരിചയമുള്ള ഒരു മനുഷ്യൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു, ശരീരം കൂടാതെയോ ശരീര നിമിത്തമോ കൂടെ എന്ന് അറിയുന്നില്ല, ദൈവം അറിയുന്നു. മനുഷ്യൻ ഉച്ചരിപ്പാൻ കഴിയാത്ത ഭാഷ കേൾക്കുവാനിടയായി തീർന്നു. അടുത്ത അതിന്റെ 6 മുതലുള്ള 6-7 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ 7-ാം വാക്യം ഒന്ന് വായിക്കാമോ? ഞാൻ വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ. ഞാൻ വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ. എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ശ്രദ്ധിക്കണമേ, ജഡത്തിലൊരു ശൂലം. കണ്ടോ, ചെറിയൊരു ബലഹീനത, ചെറിയൊരു ശൂലം, ചെറിയൊരു കഷ്ടത. അവൻ അവിടെ നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ ചെറിയ ബലഹീനതയൊന്നുമല്ല. 40 അടി വെച്ച് 5 പ്രാവശ്യം എന്ത് ചെയ്തു? കൊണ്ടു. കോലിനാൽ അടി കൊണ്ടു, കല്ലേറ് കൊണ്ടു. അവൻ ഇതെല്ലാം സഹിച്ച കഷ്ടതയുടെ പാട് എവിടെയുണ്ട്? അപ്പൊ ഇതെല്ലാം കൊള്ളുമ്പോ ശരീരത്തിന് സുഖമായിരിക്കോ?
ശരീരത്തിന് സുഖമായിരിക്കോ? ഇല്ല. അപ്പോൾ ഇത്രയും കഷ്ടതയും ഇത്രയും വേദനയും ഇത്രയും പ്രതികൂലവും അവൻ സ്വതന്ത്രം ആരനുഭവിക്കുവാനിടയായി? അവൻ പൗലോസ് അനുഭവിക്കുവാനിടയായി തീർന്നു എന്ന് അവിടെ കാണുവാൻ കഴിയുന്നു. അടുത്ത് അതിന്റെ 8-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. അത് എന്നെ വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. കണ്ട, 3 പ്രാവശ്യം ദൈവസന്നിധിയിൽ നിന്ന് കരഞ്ഞു, 3 പ്രാവശ്യം കർത്താവിനോട് അപേക്ഷിച്ചു. ആമേൻ സ്തോത്രം. 3 പ്രാവശ്യം അപേക്ഷിച്ചപ്പോൾ 3-ാം സർഗ്ഗത്തോളം എടുക്കപ്പെട്ട്, ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ദൈവ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ദൈവത്തോട്. അപ്പൊ ചില പ്രാർത്ഥനകൾക്കൊന്നും ദൈവം മറുപടി ഒന്നും തരത്തില്ല പെട്ടെന്ന്. ശ്രദ്ധിക്കണേ, ചില വിഷയങ്ങൾക്ക് ദൈവം മറുപടി ഒന്നും കിട്ടത്തില്ല. അപ്പൊ നമ്മൾ വിഷമിക്കും, ദൈവമേ ഇത്രയും കാലം ഞാൻ അധ്വാനിച്ചല്ലോ, ഇത്രയും കാലം ഞാൻ ഓടിയല്ലോ, ഇത്രയും കാലം ഞാൻ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടല്ലോ, എന്റെ വിഷയത്തിന് എന്തുകൊണ്ടൊരു പരിഹാരം ലഭിച്ചില്ല? എന്റെ വിഷയത്തിന് എന്തുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചില്ല? ചില ശൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം വച്ചിരിക്കുന്നത് ദൈവകൃപ വെളിപ്പെടാനാണെന്ന് ഇന്ന് രാത്രികാലം നമ്മൾ മറന്നു പോകരുത്. ചില കഷ്ടതകൾ, ചില ശോധനകൾ, ചില ഞെരുക്കങ്ങൾ, ചില പ്രയാസങ്ങൾ, ചില ബുദ്ധിമുട്ടുകൾ അവൻ ഇന്ന് രാത്രികാലം നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ദൈവമക്കൾ മറന്നു പോകരുത്. ദൈവകൃപ നമ്മുടെ മേൽ വെളിപ്പെടുവാനാണ്. ഇവിടെ നോക്കുക, കഷ്ടത അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, പട്ടിണി അനുഭവിക്കുന്ന, അവൻ ശോധന അനുഭവിക്കുന്ന പൗലോസ് ദൈവത്തോട് എന്ന് പറയുന്നു, കർത്താവേ ഇതെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, ഈ ശൂലമെന്ന് എന്റെ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റണമേ, ഈ രോഗമൊന്ന് എടുത്തു മാറ്റണമേ, ഈ വേദനയൊന്ന് എടുത്തു മാറ്റണമേ എന്ന് ദൈവത്തോട് അപേക്ഷിക്കുമ്പോ ദൈവം തനിക്ക് കൊടുക്കുന്ന മറുപടി എന്താണ്? അതിന്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 9-ാം വാക്യം. അവൻ എന്നോട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ശ്രദ്ധിക്കണമേ, അപ്പോസ്തലനായ പൗലോസിന് ദൈവം കൊടുക്കുന്ന മറുപടി എന്താണ്? എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ. കണ്ടോ? അപ്പൊ ചില കഷ്ടത നമുക്ക് വെച്ചിട്ടുണ്ട്, ചില പ്രതികൂലങ്ങൾ നമുക്ക് വെച്ചിട്ടുണ്ട്, ചില പ്രശ്നങ്ങൾ നമുക്ക് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, ഇത് എനിക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? അയ്യോ, ഇതിൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ലല്ലോ, ഇതിനെ മറികടക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് നമ്മൾ ഭാരപ്പെടുമ്പോഴും നമുക്ക് നമ്മോട് ദൈവത്തിന് പറയാനുള്ള ഒറ്റ മറുപടിയേ ഉള്ളൂ, എന്റെ കൃപ നിനക്ക് മതി. ആ ദൈവകൃപയ്ക്കായിട്ട് വേണം നമ്മൾ ദൈവത്തോട് എന്ത് ചെയ്യാൻ. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ അവൻ സ്തോത്രം ജീവിതങ്ങൾ, അവൻ 4 ജീവിതങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു. അവൻ ഈ ജീവിതങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദൈവം അവരുടെ മേലെല്ലാം ദൈവകൃപ പകർന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിൽ അടുത്തു വന്ന ദൈവമക്കളോട് വിളിച്ചു പറയുവാനുള്ളത്, ഈ ദൈവകൃപയ്ക്ക് വേണ്ടി ദൈവമേ എന്റെ മേലും ഈ ദൈവകൃപ പകരണമേ എന്ന് അവൻ പ്രാർത്ഥിക്കുവാൻ, ദൈവത്തോട് അപേക്ഷിക്കുവാൻ ഇന്ന് രാത്രികാലം നമ്മൾ തയ്യാറാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നു, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലുക. അങ്ങനെയെങ്കിൽ തത്സമയത്ത് സഹായത്തിനുള്ള കൃപ. കേട്ടോ, തത്സമയത്ത് നമുക്ക് ഏത് സമയത്താണോ ആവശ്യം ആ സമയത്ത് ലഭിപ്പാനുള്ള കൃപ ലഭിപ്പാനായി നമ്മൾ ദൈവത്തിന്റെ അടുക്കലേക്ക് ഇറങ്ങി ചെല്ലേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാൻ ഇന്ന് രാത്രി കാലം ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് പ്രാർത്ഥിക്കാം. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരാം. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നു, അവൾക്ക് ദൈവസഭയ്ക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. കണ്ടോ, വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ. അങ്ങനെയെങ്കിൽ കൃപ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ രാവിലെ പറഞ്ഞു, നമ്മളെ വിളിച്ചിരിക്കുന്നത് കൃപയാലാണ്, അടുത്ത് തിരഞ്ഞെടുത്തത് കൃപയാലാണ്, അടുത്ത് അവൻ സ്തോത്രം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നത് കൃപയാണ്, രക്ഷിക്കപ്പെടുന്നത് കൃപയാലാണ്, നീതീകരിക്കപ്പെടുന്നത് കൃപയാലാണ്, നിത്യജീവൻ നമുക്ക് തരുന്നത്
കൃപയാലാണ് നിത്യ ആശ്വാസവും നിത്യ പ്രത്യാശയും തരുന്നത്. കൃപയാലാണ്. അവൻ ദൈവ കൃപയുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ അടുക്കൽ പോകുമ്പോൾ വിശേഷ വസ്ത്രം ധരിക്കുവാൻ ദൈവം ഭാഗ്യം തരും. അതും കൃപയാലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കൃപയാലാണെങ്കിൽ അത് പ്രവർത്തികളാലല്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം നമ്മെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ കൃപ എൻ്റെ മേലൊന്ന് പകരണമേ. ദൈവകൃപയാൽ എന്നെ ഒന്ന് നിറയ്ക്കുമാറാകണമേ എന്ന്. ഹല്ലേലൂയ. എത്ര പേർ ദൈവത്തോട് ഇന്ന് രാത്രികാലം അപേക്ഷിക്കും? ചില നിമിഷങ്ങൾ എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ, എല്ലാവരും ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ദൈവകൃപയാൽ എന്നെ ഒന്ന് നിറയ്ക്കണമേ എന്ന് ദൈവത്തോട് അപേക്ഷിച്ചാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രക്തത്താ ജയമെടുക്കുന്നു, വചനത്താ ജയമെടുക്കുന്നു, രക്തത്താ ജയമെടുക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവകൃപ ദൈവജനത്തിന്റെ മേൽ പകരുക. ദൈവമഹത്വം വെളിപ്പെടേണ്ടതിനായി, ദൈവശക്തി വ്യാപരിക്കേണ്ടതിനായി ബലഹീനതയെ തികഞ്ഞു വരുന്ന ദൈവകൃപ ഇന്ന് രാത്രികാല ദൈവം നമ്മുടെ മേൽ പകരട്ടെ. ഹല്ലേലൂയ. ദൈവശക്തി വ്യാപരിക്കട്ടെ. ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ അടിയട്ടെ. പൈശാചിക വ്യാപാരങ്ങൾ അടിയട്ടെ. സാത്താന്യ വ്യാപാരങ്ങൾ അടിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവകൃപ വെളിപ്പെട്ട് വരട്ടെ. വേദനകൾ ഉണ്ടെങ്കിലും ഭാരപ്പെടണ്ട, പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ഭാരപ്പെടണ്ട, ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ഭാരപ്പെടണ്ട, ഞെരുക്കങ്ങൾ ഉണ്ടെങ്കിലും ഭാരപ്പെടണ്ട. അതിന്റെ മേൽ വെളിപ്പെടുന്ന ഒരു ദൈവകൃപ. ഓ റിഖബാല ദുനബാല ശകല ദിഗബാല. ദൈവകൃപ ഇന്ന് രാത്രികാല ദൈവസഭയ്ക്കകത്ത് വെളിപ്പെട്ട് വരുന്ന കൃപകൾക്കാൽ ശിഖദമന ഹൽഖംസി അർക്കൽഖമന ഊറബ ഹൽഖോ ശിഖദമന നസറേനായ യേശുവിന്റെ നാമത്തിൽ ദൈവകൃപ വെളിപ്പെട്ട് വരട്ടെ. ഹല്ലേലൂയ. ശകല ഗലഗ റഗബാല ദുന ശിഖബാല ദിയബാല ഉലഗല ദുനഗതബാല ഗത ഊറബ ഹൽഖോ ശിഖദമ ഹൽഖംസി ആലൽകലേ ഉലന ദുന ജഗല ഗലഗല ഉലന ദുന ബജിഗ ബലഗല ദുനഗത ബലഗത. ദൈവകൃപ പകരപ്പ, ദൈവകൃപ പകരപ്പോ. നോഹയുടെ മേൽ പകർന്ന ദൈവത്തിന്റെ കൃപ. മോശയുടെ മേൽ പകർന്ന ദൈവത്തിന്റെ കൃപ. മറിയയുടെ മേൽ പകർന്ന ദൈവത്തിന്റെ കൃപ. പൗലോസിന്റെ മേൽ പകർന്ന ദൈവത്തിന്റെ കൃപ. അപ്പോസ്തലന്മാരുടെ മേൽ പകർന്ന ദൈവത്തിന്റെ കൃപ ഇന്ന് രാത്രികാലം വെളിപ്പെട്ടു വരട്ടെ. ശിഖദന ഹൽഖംസി അർക്കൽഖബല ഉലഹംന ദൂറംസി യാലൽഖദേ ഊറ ഹൽഖോ ശിഖദബല അബോ ഉലഹംന ദി അർക്കസി അർക്കൽഖബല ദിനം യാലൽഖദേ ഓ റാബ ഹൽഖബല ധന ജഗൽഖന ധനംസി ഉലഹംന ഹൽഖോ ശിഖദബല ഗലദുനബല. എന്റെ ശക്തിയുടെ ബലഹീനതയെ തികഞ്ഞു വരുന്നു. എന്റെ കൃപ നിനക്ക് മതി. അത് മതി. കൃപ മതി. ദൈവത്തിന്റെ കൃപ മതി. ഓ റിബല ധനബ ശകല ദുനബ റിഹൽഖമസി അർക്കൽഖബല ഉലഹദുന ജഗൽഖനദിയോ റിബൽഖബല ദുനഹസിയാമനോ ഊറ ഹൽഖോറോ ശിഖല നദി ഊറ ഹൽഖബല ദിഗലസിയോ റിബൽഖബല ദുനഹസിയാനദേ ശിഖലക ദുനബല റിഖബല ദുനബല ദുനഗല ദുനയത്ത ബാലയത്ത ഊറബല ദുനബല ശകലദല ഔറബ ഹൽഖബല ദിയാനോ ഓ റിബല റിഖബല ദുനബല ശകല ദുനബ ഊറ ഹൽഖബല ഓ ശകദമന ഹൽഖമന ദിഗലസി ഉലന ദുന ശകലഗന ദിഗലസി യാനദേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, അങ്ങയുടെ പുത്രൻ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ രക്ഷിതാവ് ഞങ്ങൾക്ക് വേണ്ടി കൽവറി ക്രൂശ പരമയാഗമായി തീർന്ന ക്രിസ്തുയേശുവിൻ നാമത്തിൽ ഈ സഭയിൽ കടന്നു വരുവാൻ പകൽക്കാലവും രാത്രികാലവും ദിവസ ശുശ്രൂഷ വന്ന അവസരത്തിനായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ദൈവകൃപ ജനത്തിന്റെ മേൽ ദൈവം പകർന്ന കൃപകൾക്കായി സ്തോത്രം കർത്താവേ. ഞങ്ങൾ ബലഹീനരാണെങ്കിലും ഞങ്ങൾക്ക് രോഗങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, ഞെരുക്കങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. പലപ്പോഴും ഈ വിഷയത്തിന് പരിഹാരം ഞങ്ങൾക്ക് ലഭിക്കത്തില്ല എന്നുള്ള ചിന്തകൾ ഞങ്ങളെ അലട്ടുമ്പോഴും കർത്താവെ ഭാരപ്പെടുമ്പോഴും കർത്താവെ അതിൻ്റെ മീതെ തികഞ്ഞു വരുന്ന ദൈവകൃപ, ദൈവശക്തി ഞങ്ങളുടെ മേൽ പകർന്ന് ദൈവം ഞങ്ങളെ വഴി നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം. ദൈവസഭയെ ദൈവം മാനിക്കണമേ, ദൈവകൃപ മറയ്ക്കണമേ. ഇനിയും അധികം ദൈവകൃപ ദൈവം കൊടുക്കുമാറാകണമേ കർത്താവെ. അങ്ങയുടെ തിരഞ്ഞെടുപ്പ്, കൃപയാലുള്ള തിരഞ്ഞെടുപ്പ് മുഖാന്തരം കർത്താവ് ഒരു ശേഷിപ്പിനെ ദൈവം അവൻ ഇസ്രായേലിൽ വെച്ചിരുന്നത് പോലെ, അവൻ 12 ശിഷ്യന്മാരെ ദൈവം വെച്ചിരുന്നത് പോലെ
ദൈവസഭയ്ക്ക് ഒരു ശേഷിപ്പിനെ ഈ ദേശത്തിനകത്ത് ദൈവം കരുതിയിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. വരുന്ന നാളുകൾ ആ ശേഷിപ്പിനെ ഈ ദൈവസഭയിൽ ദൈവം അടുപ്പിക്കണം. കൃപയാൽ അടുപ്പിച്ച്, കൃപയാൽ അവർ രക്ഷിക്കപ്പെട്ട്, കൃപയാൽ മാനസാന്തരപ്പെട്ട്, കൃപയാൽ നീതീകരണം പ്രാപിച്ച്, കൃപയാലുള്ള നിത്യ ജീവന്റെ പ്രത്യാശ അവരുടെ ഉള്ളങ്ങളിൽ ദൈവം പകർന്ന് ദൈവം വഴി നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വരുന്ന ദൈവമക്കളെ ദൈവകൃപ മറയ്ക്കണം. കർത്താവെ, ദൈവ സാന്നിധ്യത്തിൽ നിലനിന്ന് കർത്താവിന് വേണ്ടി ആമേൻ സ്തോത്രം ഫലം കായ്ച്ച് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം സഹായിക്കണം. അഭിഷിക്തനെ കുടുംബമായ ദൈവകൃപയെ മറച്ച് ദൈവം പരിപാലിക്കുന്നതിനായി സ്തോത്രം.